വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി എന്ന് കേട്ടിട്ടില്ലേ? അതിതാണ്, മനസ്സിലായി. കണ്ണൊന്ന് എഴുതട്ടെ. കണ്ണെഴുതി പൊട്ടും തൊട്ട് സിന്ദൂരമൊക്കെ തൊട്ടിരിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും ഇല്ലേ? ശരിയാണല്ലേ? അയ്യോ, ഐലൈനറ് കണ്ണിനകത്ത് പോയാൽ ഭയങ്കര എരിച്ചിലുണ്ടാവും. ഉണങ്ങണം. കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മൾ അടിയിലത്തെ കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് നോക്കി നിൽക്കണം. സത്യമായിട്ടതെ, സീരിയസാണ് പറഞ്ഞു, തമാശ അല്ല, സീരിയസ്. മുകളിലോട്ട് നോക്കിയിരിക്കണം. അന്നേരം ഇത് ഒരുമാതിരി ആകണം. ആയിക്കഴിഞ്ഞാൽ മേണ്ടയിലത്തെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓക്കെ, അത് ശരിയായല്ലോ. ഇനിയും നമുക്ക് മേളത്തെ എഴുതാം. അത് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അടച്ചു കഴിഞ്ഞാൽ മേളിലോട്ട് ഇതാ കൺമഷിയോ, കൺമഷിയല്ല, ഐലൈനറിൻ്റെ കരി. കണ്ണടച്ചിരിക്കട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് ഉണങ്ങണം. ഇത് ഉണങ്ങട്ടെ. ചൂടേ, ഭയങ്കര ചൂടാണ്. ഉണങ്ങിയോ? ഓക്കെ ഓക്കെ ഓക്കെ, ഉണങ്ങി. ഇനി ഒരു സെക്കൻഡേ. പൗഡറൊന്നുമില്ല, വെറുതെ നോക്കുന്ന. മുടി ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇതിന് വേണ്ട പച്ച ഡ്രസ്സാണല്ലോ, അന്നേരം പച്ച കമ്മലിടാം. മാച്ചിങ് കണ്ടോ, കണ്ടോ, പച്ചക്കമ്മലിടാം. അതാ ഏറ്റവും ഭംഗി ഇല്ലേ? ഞാൻ ഗോൾഡ് കമ്മൽ ഇപ്പം യൂസ് ചെയ്യാറില്ല. ഉണ്ട്, കമ്മലുണ്ട്, ഞാൻ യൂസ് ചെയ്യാത്ത. ഇതിൻ്റെ ഡ്രസ്സിൻ്റെയാണ്. ഓരോ ഡ്രസ്സ് ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ, ഓരോ ഡ്രസ്സിൻ്റെ മാച്ചിങ് കമ്മലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് സ്റ്റൈല്. ഓക്കെ, ശരിയായില്ലേ? ഓക്കെ അല്ലേ? മേക്കപ്പും വലിയതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഐലൈനർ എഴുതി മാത്രമേ ഉള്ളൂ. ചെറിയ തോതിലൊരു ലിഫ്റ്റ് കിട്ടും, വേറൊന്നും ചെയ്തിട്ടില്ല. ചിലരുടെ വിചാരം എന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പ് ഇടുന്നത്. ഞാൻ എൻ്റെ ഉണ്ടല്ലോ, എത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലർ MG റോഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നറിയോ.
നൂറുകണക്കിന് കല്യാണ ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ വീഡിയോസ് കാണുന്നുള്ള ഏകദേശം ആൾക്കാർക്കറിയാം ഞാൻ ഒരുക്കിയിട്ട് കല്യാണ ഒരുക്കങ്ങൾ എത്ര ഒരുക്കിയിട്ടുണ്ടെന്ന്. നന്നായിട്ടുണ്ടല്ലോ കല്യാണ ഒരുക്കം ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷങ്ങളായിട്ട് ബ്യൂട്ടി പാർലർ നടത്തിയിരിക്കുന്ന ഒരാളായി. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരുങ്ങുന്നൊന്നുമല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഒരുങ്ങുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജനനം മുതലേ നല്ല മെട്രോ സിറ്റി ജനിച്ചു വളർന്ന ഒരാളാണ്. അന്നേരം അതനുസരിച്ചുള്ള ചിലരുടെയൊക്കെ വിചാരമുണ്ട് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ എത്രയോ വർഷമായിട്ട് മോഡേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ മോഡേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ മുംബൈയിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സിങ് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ അപ്പൻ അവിടെ ഒരു നേവൽ ഉദ്യോഗസ്ഥൻ്റെ മോളാണ് ഞാൻ, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ മോഡേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഇപ്പോഴാദ്യമായിട്ട് കൈയും കാണിച്ചു, കാലും കാണിച്ചു, വയറും കാണിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവർക്കുള്ള മറുപടിയാണിത്. മനസ്സിലായല്ലോ? ഓക്കെ.